പൂവല് കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാൾ വന്നോ? என்னால பழைய செல்வமாக முடியாது. ചുമ്മാ മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് പോവാ. ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ. ഞാൻ ആദ്യം മുതൽ വീണ്ടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിന്? ആരെങ്കിലും ചത്തോ? അതല്ലെന്ന്, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി ഇല്ല. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ, അത് താൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്ത് പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി. ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കൽ മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനായിട്ട് എന്താ വിശ്വാസമായി. ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒറ്റ തൊഴി വെച്ചെന്നാണല്ലോ അവളുടെ ഒടുക്കത്തെ തുമ്പലും. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാറങ്ങൾ വന്ന് മുമ്പിൽ പെടും. കുക്കിനെ ഓടിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടല്ലോ അസത്തും. നോക്കിയാനോമെന്ന് അധികം നീ ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോതപ്പെട്ട ഒരു കുത്തിയാൻ വെച്ചു. ഓടി വന്നു എടി പോകാൻ. ഇവിടെ നിന്നെ തന്നെ കരുത എവിടെ വരാൻ. എന്താ 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 നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ? കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞയക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു മാപ്പ്. മുത്തശ്ശി മാപ്പ് പറഞ്ഞു? എന്ത് പിണ്ണാക്കിനെ? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദയില്ലാതെ പെരുമാറിയെന്ന്. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നോ നിനക്ക്? എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാട് അല്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടെത്തണം തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി? ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ടാ.
ഇതേതായി ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞുകുട്ടനാരിങ്ങ് വന്നേ. ഓയ്. എന്തേ? ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്. ആര്? ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം. അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ആ, അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേക്ക്. അറിയാലോ, ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. ഇതാ സാരി. കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അമ്മേ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തായി പറയുന്നത്? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റോ ഇത് അറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവും ഇവൾക്ക്. ഞാൻ പോണു. മേയാൻ വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല. അതിനെ തേടി പുറപ്പെട്ടതാ. മണിയേട്ടന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല മോളെ, അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുക ഞാൻ. അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന്? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അവൻ എന്തു പറ്റിയോ ആവും. ഓ, എന്തു പറ്റാനാ? ഏട്ടന് പണിത്തിരക്കാവും. വാ, നീ കയറിയിരിക്കെ. വേണ്ട, ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ. ഓടല്ലേ, നിക്ക്, നിക്കാൻ. ശ്ശോ. വാടി. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. കണ്ടിലും മൂക്കിലും ഒക്കെ ചെളി. ഇവിടെയെങ്ങും നല്ല വെള്ളമില്ല. പുഴ വരെ പോണം. എവിടെയൊക്കെ ഈ ചെറുതാനം കൊണ്ട്? ഇതെന്തു കോലം? ആ ചെളിക്കകത്ത് എന്തുവാ? നല്ല കരടിയോ? കരിക്കിറങ്ങാൻ ഇനി ഒരു ചെണ്ടയുടെ കുറവേ ഉള്ളൂ. കടുവാകളിക്കാരനെ പോലുണ്ട്. ആരാടാ കടുവന്ന് വിളിച്ചത്? ആരാടാ തെണ്ടി? ചുണയുണ്ടോ? ഒന്നുകൂടെ വിളിക്കടാ. വിളിക്കടാ. ഇവിടെ വിളിക്കാൻ. ആരാടാ തെണ്ടി കടുവന്ന് വിളിച്ചത്? എടാ, ആരാണെന്ന്? ഓ, നീ ആർക്കടാ വേണ്ടത്? ആർക്കടാ വേണ്ടത്? ആ, ചെളി വേണമെന്ന് പറഞ്ഞ് കളിയാക്കും. ആരാരും കളി വീഴും. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അന്വേഷണമുക്ക് ഓടിയത് ഒട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർക്ക് കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളുകൾ വരില്ലേ, അവൾക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞയും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമയും. എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ,
നല്ല ശേലല്ലേ? കാട്ടുമകൻ കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി. ഓ നിന്നെ കെട്ടാൻ ഇപ്പൊ ശിമേന്ന് രാജകുമാരൻ വരും. ആ വരും. വരും. ആ മരം കൂടെ മണികണ്ഠനല്ലേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. ആച്ചമ്മേ, ദേ, ദേ ഈ ചെറിയ കെട്ടണ്ട വേണ്ട, ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല. എന്നെ എന്തിനാ വെറുതെ വലിച്ചത്? സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തോന്ന് പറഞ്ഞാ മതി. കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു. മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോണു. ഡാ, അവിടെ നിക്കടാ. ഡാ, അവിടെ നിക്കാൻ. ഒരുങ്ങൻ. മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ. ഏ? കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. ആ. അതയാളുടെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ, സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ, അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നും, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നെ തിന്നും. എന്റെ അമ്മേ. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തൊട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കും അല്ലേ 1 വെടിക്ക് 2 പുലിന്ന് പറയുന്നേ? ഓ, കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട. കാട്ടാന മലയിറങ്ങണ നേരാ. ഒരൊറ്റേനെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ 3 ആളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്? മർമ്മം നോക്കി കീറും ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ, ഒറ്റേനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചളാന്ന് നാക്കിട്ടടിച്ചോണ്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്. എരണം കെട്ടത് കൂടെ വന്ന ഒരു കൂറ പോലും കിട്ടുകയില്ല. കാട്ടാനയുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. അതെ, പറയട്ടെ. അറിയാനേ അങ്ങോട്ട് നടക്കാനേ. ഇതാ കോമന്നാരുടെ ആനയാ. കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞു തുറച്ചുകൂടായിരുന്നു. അതല്ലേ പറയാൻ വന്നത്. Ha ha ha.